ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം കുറച്ച് തിരക്കായിപ്പോയി കേട്ടോ. അതാണ് 2 ദിവസം വീഡിയോ ഇടായിന്. 3-4 ദിവസമായി. അപ്പോൾ ഇന്ന് എൻ്റെ ബറാത്ത് രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ പായസം ഉണ്ടാക്കണമല്ലോ ബറാത്തിന്. നമ്മൾ സ്പെഷ്യലായിട്ടുള്ള പായസം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കണമല്ലോ. അപ്പം അത് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ട് തേങ്ങയെല്ലാം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ ചിരകാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം 6 തേങ്ങ ചിരങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി പാലെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലിങ്ങനെ കുറച്ചായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കിച്ചണിൽ വന്നിട്ടുണ്ടായിന്. അപ്പം അതിങ്ങനെ അടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ പുട്ടും കറിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിന്. വേഗം ഈസി ആയിട്ട് പുട്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഉച്ചക്കേക്ക് ബീഫ് ബിരിയാണിയും ഉണ്ടാക്കാൻ വിചാരിച്ചേട്ടാ. അപ്പം തേങ്ങൻ്റെ പാൽ ഇങ്ങനെയാണ് എടുക്കുന്നത്. നമ്മളുണ്ടല്ലോ തേങ്ങൻ്റെ പാലെടുക്കുമ്പോൾ നന്നായി അരച്ച് ആക്കിയാലുണ്ടല്ല നല്ലവണ്ണം തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ. ഇത് ഉണ്ടല്ല ഒരു കോട്ടൺ തുണിയിലെല്ലാം എടുക്കുന്നതാണ് കേട്ടോ ഈസി. പക്ഷേ എനിക്ക് അത് കോട്ടൺ തുണി എടുക്കലും അത് കഴുകലും അങ്ങനെ പിയാനെല്ലാം ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കി അരിപ്പയിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് അത്രയില്ല 6 തേങ്ങൻ്റെ ഇതല്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചേട്ടാ. എനിക്ക് അങ്ങനെ ഇത് എടുക്കുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നിയിട്ട. അതുകൊണ്ട് തന്നെ എടുക്കാൻ വിചാരിച്ച്. അപ്പം പച്ച തേങ്ങ എത്രയാണ് കിട്ടുന്നത് അത്രയും നല്ലതാണ് കേട്ടോ തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് പച്ച തേങ്ങ ഉണ്ടായിട്ടാട്ടോ ഇവിടെ. അപ്പോൾ ഞാനെന്താക്കി മൂത്തമ്മാൻ്റെ പെരക്ക് പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇതെല്ലാം. പച്ചത്തേങ്ങ തേങ്ങ പറിച്ചിട്ടുണ്ടായിന്. അപ്പം പോയിട്ട് 2 ദിവസം മുമ്പേ ഞാൻ പോയിട്ടുണ്ടായിന്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇതിനായിട്ട് പോയതല്ല കേട്ടോ. എന്തോ ഭാഗ്യത്തിന് അന്നേരം തേങ്ങ പറിച്ചിട്ടുണ്ടായിന്. അപ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് പായസത്തിന് വേണ്ട അപ്പാന്ന് കേട്ടോ. അപ്പോൾ അപ്പം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കിയെന്ന പുഴുങ്ങലരിയും തേങ്ങയും ജീരകവും ഇട്ടിട്ട് നല്ല ജീരകവും കുറച്ച് സവാള വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു സവാളയും ഇട്ടിട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് അരച്ചതാണ് കേട്ടോ. കുറച്ചേ വേണ്ടു, നല്ലോണം വേണ്ട. നമുക്ക് ഈ അപ്പം ഉണ്ടെങ്കിൽ ആ ബറാത്തിൻ്റെ പായസത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം ചില ആൾ അപ്പം ഇല്ലാണ്ടും ആക്കലുണ്ട് കേട്ടോ, പഴം ഇട്ടിട്ട് ആക്കലുണ്ട്. പക്ഷേ നമുക്ക് ഈ അപ്പം ഇല്ലാണ്ട് ആവില്ല കേട്ടോ. അപ്പം ഇതിൽ കടിക്കുമ്പോൾ ഉണ്ടല്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ബറാത്തിൻ്റെ പായസത്തിൽ പണ്ട് കാലം മുതലേ ഈ അപ്പം ഇടലുണ്ട്. അപ്പോൾ ഇപ്പാണ് കേട്ടോ ഈ അപ്പം ചില ആൾ ഒഴിവാക്കുന്നത്. അപ്പം ഇത് കുറച്ച് റിസ്ക്കുള്ള പണിയാണ് കേട്ടോ, അതുകൊണ്ടായിരിക്കാം ഒഴിവാക്കുന്നത്. അപ്പം നല്ല ക്ഷമമാണ് കേട്ടോ ഇത് അരച്ചെടുക്കാനും ഇതേപോലെ ചെറുങ്ങനെ ഉരുട്ടിയെടുക്കാനും. ഓരോരാൾ ഓരോരോ ഷേപ്പിലായിരിക്കും ആക്കൽ. അപ്പം നമ്മൾ ഇങ്ങനെ ചെറുങ്ങനെയാണ് കേട്ടോ ആക്കൽ. ഇങ്ങനെ ചെറുങ്ങനെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഉരുട്ടിയിട്ടുണ്ടല്ലോ ഇതേപോലെ എടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഏകദേശം നമുക്ക് 1/4 കിലോനോളം അരിയോ 1/2 കിലോനോളം അരിയോ ഒട്ടും മതി കേട്ടോ. 1/2 കിലോനൊന്നും വേണ്ട. അപ്പം ഇട്ടത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എത്രയാണ് ഇടുന്നത് അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു ഇലയിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇനി ആവിച്ചെമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവിച്ചെമ്പ് തിളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവിടെ വേവട്ടെ. അമ്മ ആവിക്ക് വേവിക്കുന്നില്ലേ ആ അപ്പാന്ന് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഞാൻ രണ്ടാമതും ഇതേപോലെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ശ്രമമാണ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ. അപ്പോൾ ആദ്യം ഇതേപോലെ കൈമ കുറച്ച് ഇതേപോലെ പുട്ടെടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് നുള്ളിയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ആക്കലാന്ന് കേട്ടോ. അപ്പം വലിയൊരു ബുദ്ധിമുട്ട് കാണൂല കേട്ടോ. അപ്പം ഇത് ഇങ്ങനെ ആക്കിയാലും ഇല്ലേ വയ്യ പായസത്തിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മെനക്കെട്ടാലെന്താ അതിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ബറാത്ത് പായസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ ഈ അപ്പം. അപ്പവും ഇഷ്ടം തന്നെ പഴവും ഇഷ്ടം തന്നെ. പക്ഷെ അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ പായസത്തിന് വരുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ.
എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യാൻ മറന്നേക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറക്കുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളെല്ലാം ഉണ്ടെങ്കിൽ അതറിയിക്കുക, ഞാൻ അത് തിരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ആക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ. ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതും ഉണ്ടാക്കണം. അപ്പോൾ ഇതാ ആദ്യം വെച്ചത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊന്ന് തുറന്നെടുക്കുന്നുണ്ട്. ഇപ്പം കണ്ടില്ല എന്ത് രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ കുഞ്ഞു ഇതാക്കി എടുത്തിട്ടുണ്ടല്ലോ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്താക്കുക, ആ അപ്പത്തിൻ്റെ മീത്ത കുറച്ച് വെള്ളം നമ്മൾ കൈ കൊണ്ട് നനക്കില്ലേ, നമ്മൾ ചെടീൻ്റെ മീത്തെല്ലാം ഇതേപോലെ കൈ കൊണ്ട് കുടഞ്ഞ് നനക്കില്ല, അതേപോലെ ഒന്ന് കൈ കൊണ്ട് പിന്നെ വെള്ളം നനച്ചു കൊടുത്താലില്ലേ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് അപ്പുറത്തെ അടുപ്പിൽ നിന്നാവട്ടെ. ആ സമയം നമ്മളെ പായസത്തിൻ്റെ പിന്നെ ചെമ്പ് വെക്കാട്ടെ. ചെമ്പല്ല, ഈ വട്ട കണ്ട് ആരും പൊടിക്കണ്ട കേട്ടോ. മുമ്പ് പണ്ടേ ഈ വട്ടയിലാക്കി ശീലമായതുകൊണ്ട് ഉണ്ടല്ല, ഈ വട്ടയിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. ഒരു തൃപ്തി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വട്ടൻ്റെ അത്രയൊന്നും പായസമില്ല, എന്നാൽ ഈ വട്ടയിൽ ആക്കാണ്ട് ഒരു തൃപ്തി കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഈ വട്ട വെച്ചത്. എത്ര കുറച്ചായാലും നമ്മൾ ഈ ബറാത്തിൻ്റെ പായസം ഈ വട്ടയിൽ തന്നെയാണ് കേട്ടോ വെക്കൽ. അപ്പം വട്ടയെന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വട്ട ചൂടാകുമ്പോൾ ഉണ്ടല്ലോ 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-ാം പാൽ ആ നേരിയ പാൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന്. എന്നിട്ട് കുറച്ച് ചൂടാകുമ്പോൾ എന്താക്കി, പിന്നെ നമ്മളെ നേരിയരി കുറച്ചൊരു 1/4 കിലോനോളം എടുത്ത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. നേരിയരി കുതിർത്തിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ തിക്കായി കിട്ടാനാണ് കേട്ടോ. ചില ആൾ മൈദ ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. മൈദ ഞാൻ ഒഴിച്ചു കൊടുക്കില്ല. അപ്പോൾ നേരിയരി ആകുമ്പോൾ നല്ലൊരു മണവും ഉണ്ടാവും. പിന്നെ നമുക്ക് മൈദ അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നേരിയരി കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പം നമ്മൾ നേരിയരിയാന്ന് ഒഴിച്ചു കൊടുക്കൽ. ഇനി ഇത് നല്ലതുപോലെ ആ നേരിയരി മിക്സിയിലാന്ന് അടിച്ചു കൊടുത്തിന്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3/4 കിലോനോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കൂടുതൽ കേട്ടോ. ഇനി ഇത് കുറുകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കൂടെ ഏലക്കായും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നേരിയരി അരക്കുമ്പോൾ ഏലക്കായി ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമാണ് കേട്ടോ. എനിക്കത് മറന്നുപോയി, ഞാൻ കുത്തിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. ഇനി ഈ നേരിയരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ കൈവിടാതെ ഇളക്കണം കേട്ടോ. കൈവിടുകയേ ചെയ്തുകൂടാ. ഇനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. നമ്മൾ കൈവിടുകയേ ചെയ്തുകൂടാ. കാരണം നമ്മൾ നേരിയരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈവിടാനേ പാടില്ല. ഇതേപോലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമുക്ക് കൈ കടിയുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ആരെങ്കിലും ഉണ്ടാവില്ല. അപ്പം മാറി വെച്ച് കലക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, പിന്നെ ഇതിലുണ്ടല്ല കുറച്ചൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അത് സ്കിപ്പ് ചെയ്ത് പോയതാണ്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. അപ്പം ഈ വട്ടയെന്ന് പറയുന്ന ഇതിന് നിങ്ങളെല്ലാം നാട്ടിൽ എന്നാന്ന് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ വട്ടയെന്നാണ് കേട്ടോ പറയലും. അപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂടാകാൻ വേണ്ടി പിന്നെ അടുപ്പിലൊന്നല്ല കേട്ടോ വെച്ചിന്, ഗ്യാസിൽ തന്നെയാന്ന് വെച്ച്. അപ്പോൾ ചൂടാവാനല്ല കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഏകദേശം ചൂടായി കുറുകിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുറുകണം കേട്ടോ. കുറച്ച് കുറുകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റമെല്ലാം ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി എൻ്റെ പണി തീർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങിയ അപ്പാന്ന് കേട്ടോ. ഇത് എന്ത് രസമാണെന്നല്ല കാണാൻ, നല്ല രസമില്ല കാണാൻ. അത് ഇതിലേക്ക് ഏകദേശം ഒരു കുറുകുമുണ്ടല്ല, കുറുകുന്ന ഒരു കുറച്ചൊരു തിക്കാവുമ്പോൾ നമുക്ക് ആ അപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് തിക്കായാൽ മതി, അന്നേരം തന്നെ ആ അപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആ അപ്പത്തിൽ മധുരമെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇടയ്ക്ക് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, മധുരമെല്ലാം കറക്റ്റ് തന്നെയോന്ന് അറിയാം. ഇനി കടലപ്പരിപ്പ് പുഴുങ്ങിയതാണ് കേട്ടോ. ഞാനിവിടെ 1/4 കിലോനോളം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പുഴുങ്ങിയിട്ട് ഉപ്പിട്ടിട്ട് കുക്കറിൽ ജസ്റ്റ് ഒരു 2 കൂക്കൽ കൂക്കിയിട്ട് വെള്ളമെല്ലാം ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കടലപ്പരിപ്പാണ് എടുക്കുക. കടലപ്പരിപ്പ് ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കടിക്കാൻ കിട്ടുമ്പോൾ. അപ്പം ഇതിങ്ങനെ ഈ ബറാത്തിന് ഈ പായസമാക്കുമ്പോൾ ഒരു രസം തന്നെയാണല്ലേ. ആ ബറാത്ത് എന്നുള്ള ഫീല് കിട്ടണമെങ്കിൽ ഈ പായസം എന്തായാലും നമ്മളെ പെരക്ക് ഉണ്ടാക്കണമല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ബറാത്തിൻ്റെ ഈ പായസം ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊല്ലത്തിലൊരിക്കൽ ആക്കൂലും പിന്നെ നമ്മൾ ആക്കാൻ അത്ര പിന്നെ ഒരു എന്താ പറയുക തോന്നലുണ്ടാവില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. അപ്പം നമ്മളുണ്ടല്ല പിന്നെ ഇഷ്ടത്തോടു കൂടി ആ വറാത്തിൻ്റെ ആഘോഷത്തോടു കൂടിയിട്ട് ഇതാക്കുമ്പോൾ ഉണ്ടല്ല വലിയ പണിയൊന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആകെ നമുക്ക് ഈ പായസത്തിൻ്റെ ഇതാന്ന് ബറാത്ത് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇതാക്കാണ്ട് പിന്നെ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇതിനെ കാടിയെന്നല്ലാന്ന് കേട്ടോ പറയൽ. അപ്പം ഇതിലേക്ക് ഇതാ 2 കിലോ പഴം ഉണ്ടല്ല പിന്നെ ഇതേപോലെ വട്ടത്തിൽ എരിഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകിയിട്ട് എടുക്കണം, എന്നാലേ പഴത്തിൻ്റെ കറ ഉണ്ടാവില്ലേ അത് ഇതിൽ പറ്റൂല കേട്ടോ. അപ്പോൾ കഴുകിയിട്ട് ഊറ്റിയെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏകദേശം നമുക്ക് തിക്കാവാൻ പോകുന്ന സമയമുണ്ടല്ലോ, നല്ല കുറച്ച് ഒരു 90% തിക്കാവുമ്പോൾ നമ്മൾ എന്താക്കുക ഈ പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. പഴത്തിന് അധികം വേവില്ലല്ലോ, അപ്പം അതുകൊണ്ട് പഴം ലാസ്റ്റ് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ നിങ്ങളെടുക്കെല്ലാം എന്നാന്ന് ഈ പായസത്തിൻ്റെ പേരെന്ന് പറയണം കേട്ടോ. നമ്മൾ ഇതിനെ കാടിയെന്നാന്ന് പറയൽ. അപ്പം ഓരോരാളെല്ലാം വാഴക്കറി പായസം എന്നെല്ലാം പറയലുണ്ട്. പക്ഷെ നമ്മുടെ കാടിയെന്നാട്ടാന്ന് പറയൽ. അപ്പം ഇതിങ്ങനെ കലക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, കുറുകിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ വെച്ചാൽ പിന്നെ കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ആ പഴം വേവേണ്ട ഇതേ ഇല്ല കേട്ടോ. അപ്പം ഏകദേശം കുറുകിയിട്ടെല്ലാം ഇപ്പം നല്ലതുപോലെ കുറുകിയിട്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഇറക്കി വെക്കാം കേട്ടോ. ഇത് ഇറക്കി വെച്ചാൽ ആടുന്നേ നമുക്ക് കുറുകി കിട്ടും കേട്ടോ. പഴമെല്ലാം വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് എന്താക്കാം, തേങ്ങ ഇടണം. തേങ്ങാക്കൊത്ത് മുരിയിച്ചിട്ട് ഇടണം. അപ്പം തേങ്ങാക്കൊത്ത് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ പച്ച തേങ്ങ ഇതേപോലെ ചിരട്ട പിന്നെ ഗ്യാസിന് വെച്ചിട്ടില്ലേ ചൂടാക്കുന്നുണ്ട്. അപ്പം വേഗം ഇളകി കിട്ടും കേട്ടോ. മിക്ക ആൾക്കാർക്കും അതറിയാമായിരിക്കും അല്ലേ. ഇതേപോലെ ഗ്യാസിൽ വെച്ചാൽ വേഗം ഇളകി കിട്ടും. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മുരിയിച്ചിടണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങാക്കൊത്തെല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഓപ്ഷൻ ഇല്ലാന്ന് കേട്ടോ. ഇതെല്ലാം ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നേരം ഇട്ടിട്ട് കേട്ടോ, നല്ലോണം ഒന്നും ഇട്ടിട്ടാ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഏകദേശം ഇവിടെ ആവാനായി കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് എന്താക്കാം, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു ഗോൾഡൻ കളറാകാൻ പോകുന്നുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ടും ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നെയ്യിൽ ഇത് കാര്യമായിട്ട് വറുത്തിട്ടാലുണ്ടല്ലോ നല്ല മണമാണ് കേട്ടോ പായസത്തിന്. അപ്പോൾ ഇനി ഇതാ നമ്മളെ പായസത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം കുറുകി വന്നില്ലേ, ഇതാ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഇതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്ത് ഭംഗിയാന്ന് കാണാനല്ലേ, നല്ല രസമാണ് കേട്ടോ. ഈ നെയ്യ് ഇതെല്ലാം ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല കാണാൻ നല്ല രസമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് പിന്നെ വറാത്തിന് ഈ പായസം ഇല്ലാണ്ട് എന്തായാലും ആവില്ല കേട്ടോ. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഇടയ്ക്ക്. അപ്പം എങ്ങനെയാണ് ഇത് ടേസ്റ്റ് എങ്ങനെയാന്ന് എന്നല്ല. അപ്പം പണ്ട് ഉമ്മുമ്മ ആക്കുന്നത് കണ്ട് പഠിച്ചതാണ് കേട്ടോ. അപ്പം ഉമ്മുമ്മ ആക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഇത്. അപ്പം അവർ ഇങ്ങനെ പണ്ടിലെ കാലയിലാക്കുന്നതാണ് നല്ലൊരു രസമല്ലേ, ഉമ്മുമ്മലാക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ബറാത്തിനുണ്ടല്ലോ ഉമ്മുമ്മ ഉണ്ടായിന് കേട്ടോ. അപ്പം ഉമ്മുമ്മ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി ഇപ്പം നമ്മൾ പഠിച്ചേട്ടാ. അപ്പോൾ ഇതാ ആദ്യം എന്താക്കുന്ന ഞാൻ ഇങ്ങനെ പാത്രത്തിൽ എടുത്ത് ഒഴിച്ച് വെക്കുക കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ എന്നിട്ടേ ബാക്കിയുള്ളത് നമ്മൾ എടുക്കൂല കേട്ടോ. എന്താ വെച്ചാൽ അനങ്ങാണ്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അവിടെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് പിറ്റേന്ന് നമ്മൾ ഇത് കുടിക്കും കേട്ടോ. ഒരു 2 ദിവസത്തേക്ക് നമ്മൾ ഇത് കുടിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പം അതിങ്ങനെ ഒരു കാസയിലാക്കിയിട്ട് ഒഴിച്ച് വെക്കുന്നതാണ് കേട്ടോ. മുമ്പൊക്കെ ഉണ്ടല്ലോ നമ്മൾ തറവാട്ടിലെല്ലാം ഉണ്ടാകുമ്പോൾ കുറേ പാത്രത്തിലാക്കി വെക്കുക കേട്ടോ. ഇങ്ങനെ കുറേ ചെറിയ പാത്രത്തിൽ വലിയ പാത്രത്തിലെല്ലാം ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയെ നമുക്ക് പിന്നെ വട്ടയിൽ നിന്ന് ഒഴിച്ചേരലില്ല കേട്ടോ. അപ്പം എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് പിന്നെ പിറ്റേന്നെല്ലാം എടുത്ത് കുടിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഈ ഒരു കാസയിലേ ഇല്ല കേട്ടാ. ഇപ്പോൾ വട്ട കാണാൻ വലുതാണെങ്കിൽ പായസം കുറച്ചേ ഇല്ല കേട്ടാ. ഇനി ഇതാ മക്കൾക്കെല്ലാം ഞാൻ പൂർണ്ണിട്ട് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ അവർക്ക് ഇതേപോലെ പൂർണ്ണിട്ട് തണിയാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അവർ നേരത്തെ ചോദിക്കുന്നുണ്ട് ഈ പായസമായോ എന്ന്. അപ്പോൾ വർഷത്തിലൊരിക്കലും ഈ പായസം വെക്കില്ലു, അപ്പോൾ കിട്ടലും ഇല്ലു. പിന്നെ ആർക്കും അങ്ങനെ അതിന് പിന്നെ ചോദിക്കലും ഇല്ല. അപ്പോൾ ഇത് നമ്മളെ അയൽവാസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരു പാത്രത്തിലാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇതൊന്ന് അവർക്ക് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അവർക്കെല്ലാം കൊണ്ടു കൊടുത്തതിന് ശേഷം ഞാൻ വേഗം ഒന്ന് ബീഫ് ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ. അപ്പം ബീഫ് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. പീസെല്ലാം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. എന്നാലേ ആ ബീഫ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടില്ല. ഇനി അത്യാവശ്യം കുരുമുളക് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തു വിടാം കേട്ടോ. എന്നാലേ ആ ബീഫിനില്ലേ ബ്ലാക്ക് കളർ കിട്ടുമല്ലോ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുണ്ടല്ല നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇതൊന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാനിങ്ങനെ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇനി സവാളയെല്ലാം നമുക്ക് പിന്നെ കുക്കറിലിട്ട് കൊടുക്കാം. ഞാൻ 3/4 കിലോനോളം സവാള എടുക്കുന്നുണ്ട് കേട്ടോ. 3/4 കിലോ സവാള ചെറുതായി അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇത് കുക്കറിലിട്ടിട്ട് വേവാൻ വേണ്ടി എളുപ്പം നമുക്ക് മസാല ആക്കണമെങ്കിൽ ഇതേപോലെ കുക്കറിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേവിച്ച് സവാള വെന്ത് കിട്ടും. ഇനി 3 അത്യാവശ്യം വലിപ്പത്തിലുള്ള തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണ് കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ എനിക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അടിക്ക് പിടിക്കുമോ എന്നൊരു പേടി കൊണ്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് മൂടി അടച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. വിസിൽ ഏകദേശം 3 വിസിലോളം, എൻ്റെ കുക്കറിൽ 3 വിസിലോളം മതി കേട്ടോ. 3 വിസിലോളം വേവിക്കാൻ വെക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മളെ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബ്ലാക്ക് കളർ കണ്ടല്ലേ. ബീഫിൽ തന്നെ നല്ലതുപോലെ വെള്ളമെല്ലാം ഉണ്ടായിന് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കിയാൽ നിന്ന് വെന്തിനോന്ന്. അപ്പോൾ ഒരു പാടയാണ് കേട്ടോ കിട്ടീന്. അപ്പോഴത്തേക്ക് നല്ലതുപോലെ ബീഫ് വെന്തിട്ടുണ്ടായിന് കേട്ടോ. ഇനി നമ്മളെ സവാളയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇനി എന്താക്കാം, ഞാൻ വേറൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ ഓയിലൊന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഈ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സവാള വഴണ്ട് വെന്ത് വന്നത് എന്താക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ രാത്രിയിലേക്ക് കൂടുതലാക്കുന്നുണ്ട് കേട്ടോ. അതാണ് കേട്ടോ ഇത്ര അധികം ആക്കീന്. അപ്പം രാത്രി ഇനി വേറെ പണിയൊന്നും എടുക്കാൻ കഴിയില്ല വെച്ചിട്ട് രാത്രിയിലേക്ക് വരെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി സവാള നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പേസ്റ്റ് അല്ല, ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 4 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. ഒരു 2 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എരിവിനാവശ്യത്തിന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവാളയിൽ കുറച്ച് വെള്ളമെല്ലാം ഉണ്ട്. അതൊന്ന് ചെറുതായി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാളയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിന്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി എടുത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി എടുത്ത് കൊടുക്കുക. മീറ്റ് മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ സവാളയിൽ ഇട്ടിട്ടുണ്ടായിട്ട് അതുകൊണ്ട് ഇട്ടിട്ടാ കേട്ടോ. കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതാ നമ്മൾ വേവിച്ച് വെച്ച ബീഫില്ലേ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി എത്രയാണ് ഇട്ട് കൊടുക്കുന്നത് അത്രയും ടേസ്റ്റാണ് കേട്ടോ. ആ ബീഫിന് മെയിൻ കുരുമുളക് പൊടിയാണ് ബീഫ് മസാലക്ക് കൊണ്ട്. ഇനി ഇതാ ആ ബീഫിൻ്റെ പിന്നെ എന്താ പറയുക ആ വെള്ളമില്ലേ ആ വെള്ളവും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വറ്റിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ വറ്റിച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതേപോലെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതേപോലെ വെച്ചിട്ട് എടുത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ വറ്റിച്ചെടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ആ ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് പിന്നെ തുറന്ന് വെച്ചിട്ട് വറ്റി എടുക്കുന്നുണ്ട് കേട്ടോ, അധികം വറ്റിക്കുന്നില്ല. അപ്പോൾ എത്രയാണ് നല്ലതുപോലെ തിക്കായിട്ട് കിട്ടണമെങ്കിൽ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എന്താ പറയുക മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഞാനതൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടാട്ടോ. എന്താ വെച്ചാൽ എപ്പോൾ ഈ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അധികം എടുക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെറുതെ വെറുപ്പിക്കേണ്ട വെച്ചിട്ട് എടുത്തിട്ടാട്ടോ. ഇനി ഇതാ ഞാനൊന്ന് ദമ്മിടാൻ പോകുന്നു കേട്ടോ. ദമ്മല്ല മാറ്റി ഇങ്ങനെ കുറച്ചൊരു പിന്നെ എന്താ പറയുക ദമ്മ് തന്നെ പറയാം. അപ്പോൾ കുറച്ച് മസാലയെല്ലാം ഇട്ട് കളറെല്ലാം ഇട്ടിട്ട് അങ്ങനെ പിന്നെ കുറച്ച് ഗ്ലാമറാക്കാൻ വിചാരിച്ചേട്ടാ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇതാ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. 1 കിലോന് അരിക്കാന്ന് കേട്ടോ ഞാൻ എടുത്തിട്ടില്ല. 1 കിലോന് അരിക്ക് ഞാൻ ആക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതാ 1 കിലോന് അരി 1 കിലോ ബീഫുമാണ് കേട്ടോ. ഇനി ഇതാ കുറച്ച് മസാല അതിൻ്റെ മീത്ത നല്ലോണം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ചൊരു ആ ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇതാ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഉണ്ടായിന് ഞാൻ പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് ഇതാ ഉള്ളി അണ്ടിപ്പരിപ്പെല്ലാം മുരിയിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ കുറച്ച് വീണ്ടും ചോറ് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി ഇതാ പിന്നെ ആദ്യത്തേൽ ഞാനുണ്ടല്ലോ പിന്നെ ഫുഡ് കളർ ആഡ് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തേൽ അത് ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല ഫുഡ് കളറല്ല ഞാൻ ചേർത്തിന്, സോറി കേട്ടോ. മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട്. മഞ്ഞൾപ്പൊടി വെള്ളമാക്കിയിട്ട് ചേർത്ത് കൊടുത്തിയാണ്. വെള്ളമാക്കിയിട്ട് അപ്പോൾ അത്യാവശ്യം കളർ കിട്ടും, നല്ല കളറൊന്നും കിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി അതേപോലെ ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഫുഡ് കളറൊന്നും വേണ്ടാന്നില്ലവർക്കും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ബിരിയാണിയെല്ലാം ആക്കിയ ശേഷം ഇതാ മക്കൾക്ക് പായസം കൊടുത്തിട്ടുണ്ടായി തണ്ണിയിട്ട്. അപ്പോൾ അവരിങ്ങനെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ പറഞ്ഞേക്കില്ല. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബായ്.